അരുവിക്കര എം.എൽ.എ. ജി സ്റ്റീഫന്റെ കാറിന് മുന്നിൽ തന്റെ കാർ പാർക്ക് ചെയ്തതിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ കയ്യേറ്റം ചെയ്യുകയും കാർ അടിച്ച് തകർക്കുകയും ചെയ്തതായി യുവാവിന്റെ പരാതി. കാട്ടാക്കട അമ്പലത്തുംകാർ സ്വദേശി ബിനീഷ് കാട്ടാക്കടയാണ് ഇന്നലെ വൈകിട്ടുണ്ടായ അതിക്രമത്തിന് പോലീസിൽ പരാതി നൽകിയത്. എം.എൽ.എയുടെ വാഹനം പരാമർശിക്കാതെയാണ് കാട്ടാക്കട പോലീസിന്റെ എഫ്ഐആർ. ഇന്നലെ കാട്ടാക്കടയിൽ നടന്ന വിവാഹ സൽക്കാര ചടങ്ങിനിടെയായിരുന്നു അക്രമം. ചടങ്ങ് നടന്ന കാട്ടാക്കട കൃപ ഓഡിറ്റോറിയത്തിലെ പാർക്കിങ്ങിനെ ചൊല്ലിയായിരുന്നു തർക്കങ്ങളുടെ തുടക്കമെന്ന് പരാതിക്കാരൻ ബിനീഷ്. വണ്ടി എടുത്തോണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നു. അപ്പം എം.എൽ.എയുടെ വണ്ടി പുറകിലിട്ടിരിക്കുമായിരുന്നു. അപ്പൊ അതിന് മുമ്പിൽ ആ വണ്ടി അപ്പം ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൊ അത് കാരണം ഫ്രണ്ടിലോട്ട് കയറ്റി വണ്ടി ഞാൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വൈഫിനെയും ബ്രദറിനെയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ടാവാൻ ചെറിയോണ്ടില്ലേ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് കുറെ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല. എന്നിട്ടും വെയിറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു. വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. ആ മൂക്കിനൊക്കെ ഇട്ട് ഇടിച്ചു. എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു. എൻ്റെ വൈഫിൻ്റെ കഴുത്തിൽ കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല. എൻ്റെ മാലയും കാണാനില്ല. തന്റെ താലിമാലയും പൊട്ടിച്ചെന്ന് ബിനീഷിന്റെ ഭാര്യ നീതു പറഞ്ഞു. കൂടാതെ ബിനീഷിന്റെ കാറും CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. പരാതിക്കാരൻ പറഞ്ഞ കാര്യങ്ങളില്ലാതെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ തന്നെ മനഃപൂർവ്വം പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചെന്നാണ് ജി സ്റ്റീഫൻ എം.എൽ.എയുടെ പ്രതികരണം. ജനം, തിരുവനന്തപുരം.